إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയോടെ ഇഖ്ലാസോടെ മുന്നോട്ട് പോകണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ചില വ്യക്തികളുടെയും ചില ജീവികളുടെയും ചില സ്ഥലങ്ങളുടെയും ചില വസ്തുക്കളുടെയുമൊക്കെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കുന്നതിനായി അതിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു രീതിയായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നർത്ഥമുള്ള ഖലീലുല്ലാഹ് എന്ന പേരിലാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിനെ കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം എന്നാണ് ഖുർആൻ പല സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ദൃഷ്ടാന്തമായി നൽകപ്പെട്ട ഒട്ടകത്തെ നാഖത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അൽ മുഹറം മാസത്തെ ഷഹറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചക വചനങ്ങളിൽ ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. പള്ളികളെ ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനം എന്ന് വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിമകളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അടിമകൾ എന്നാണ്. റഹ്മാൻ്റെ അടിയാന്മാർ എന്ന് വിശേഷിപ്പിച്ചതു തന്നെ ഈ ഭാഗ്യവാന്മാരുടെ ശ്രേഷ്ഠതക്ക് മകുടം ചാർത്തുന്ന കാര്യമാണ്. പിശാചിൻ്റെയോ ദേഹേച്ഛകളുടെയോ ഐഹിക സുഖത്തിൻ്റെയോ പരദൈവങ്ങളുടെയോ അടിമകളാകാതെ അള്ളാഹുവിൻ്റെ അടിമകളായി അവൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് അവൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും അർഹരായി ജീവിക്കുന്നവരാണ്
ഇബാദുർ റഹ്മാൻ പരമകാരുണികൻ്റെ അടിമകൾ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 63 മുതലുള്ള ആയത്തുകളിൽ ഇബാദുർ റഹ്മാൻ പരമകാരുണികൻ്റെ അടിമകൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണഗണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. അതായത് ആ ഗുണങ്ങൾ ഇല്ലാത്തവർ യഥാർത്ഥ അടിമകളല്ല എന്നർത്ഥം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അവൻ്റെ അനുഗ്രഹത്തിന് വിധേയരാകുന്ന യഥാർത്ഥ അടിമകൾക്ക് ഈ ആയത്തുകളിൽ പഠിപ്പിക്കുന്ന 10 കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഏതാണ് ആ 10 കാര്യങ്ങൾ? ഒന്നാമത്തേത്, ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്നവരാണ് അവർ എന്നാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. വഇബാദുർ റഹ്മാൻ പരമകാരുണികൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യംശൂൻ, അവർ നടന്നു പോകുന്നവരാണ്, അലൽ അർളി ഭൂമുഖത്ത്, ഹൗനൻ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി. എന്തൊക്കെ അവർ നേടിയെടുത്താലും, വലിയ ശമ്പളം വാങ്ങുന്ന ജോലിയുണ്ടെങ്കിലും, എത്ര സ്ഥാനമാനങ്ങളിൽ അവർ എത്തിപ്പെട്ടാലും, ആരാലും അറിയപ്പെട്ടാലും അവർക്ക് വിനയമായിരിക്കും, താഴ്മയായിരിക്കും. എൻ്റെ റബ്ബ് വിചാരിച്ചാൽ എൻ്റെ ഈ ബഹുമാനം നഷ്ടപ്പെടാൻ, എൻ്റെ ആദരവ് നഷ്ടപ്പെടാൻ, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെടാൻ, എൻ്റെ സന്താനങ്ങൾ നഷ്ടപ്പെടാൻ, എൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മാത്രം മതിയാകും എന്ന ചിന്തയായിരിക്കും അവർക്കുണ്ടാവുക. എന്തൊക്കെ എവിടെയൊക്കെ എത്തിപ്പെട്ടാലും കിബർ, അഹങ്കാരം, അളവ് പോലും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയില്ല. യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിൽ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി നടന്നു പോകുന്നവരാകും എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നാമതായി അവരുടെ ഗുണം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് താഴ്മയും വിനയവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രത്യേകം വഹ്യ് നൽകിയിട്ടുണ്ട്, ബോധനം നൽകിയിട്ടുണ്ട്. അൻ തവാലഉ ഹത്താ ലാ യഫൂറ അഹദുൻ അലാ അഹദ്, നിങ്ങൾ പരസ്പരം അഹങ്കാരം കാണിക്കരുത് എന്ന്, വിനയം കാണിക്കണമെന്ന് റസൂലുള്ള പറയാണ്. അല്ലാഹ് എന്നോട് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പരസ്പരം വിനയമുള്ളവരാകണം, അഹങ്കരിക്കരുത്. വലാ യബ്ഗി അഹദുൻ അലാ അഹദ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കരുത്, അതിര് കവിയരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നത് ഒരു പരാജയമല്ല. എന്നുമാത്രമല്ല, അത് വിജയത്തിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ തവാലഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, ആരും അള്ളാഹുവിൻ്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നില്ല, അത് മുഖേന അള്ളാഹു അവനെ ഉയർത്തിയിട്ടല്ലാതെ. നാം ആരുടെയെങ്കിലും മുന്നിൽ റബ്ബിനു വേണ്ടി ഒന്ന് താഴ്ന്നു കൊടുത്താൽ നമ്മെ അള്ളാഹു ഉയർത്തുമെന്ന്, പദവികൾ ഉയർത്തിത്തരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ഗുണം നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എല്ലാവരുടെ മുന്നിലും താഴ്മയോടുകൂടി വിനയത്തോടുകൂടി നമ്മൾ സംസാരിക്കാനും ഇടപഴകാനും നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിയരികിൽ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അങ്ങോട്ട് കുനിഞ്ഞ് താഴ്ന്നു നിന്ന് കൈ കൊടുത്ത് സലാം പറയുകയും കുട്ടികൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അവർ കേൾക്കെ സലാം അടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, പ്രവാചകന്റെ താഴ്മയാണ് അത് അറിയിക്കുന്നത്. അവിടത്തേക്ക് ആരെങ്കിലും മുസാഫഹത്ത് കൊടുത്താൽ തനിക്കാരാണോ കൈ കൊടുത്തത് അയാൾ കൈ വലിക്കുന്നതുവരെ പ്രവാചകൻ തൻ്റെ കൈ വലിക്കാതെ അവിടെ തന്നെ പിടിച്ച് വിനയത്തോടെ താഴ്മയോടെ നിൽക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇബാദുർ റഹ്മാനിൻ്റെ രണ്ടാമത്തെ ഗുണം, അവിവേകികളോട് സംസാരിക്കേണ്ടി വന്നാൽ മാന്യമായി സംസാരിക്കുന്നവരാണ് അവർ എന്നതാണ്. അതാണ് തുടർന്ന് അല്ലാഹു പറയുന്നത്, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ, അവരോട് അവിവേകികൾ അഭിസംബോധന ചെയ്താൽ ഖാലൂ, അവർ തിരിച്ചു പറയുന്നത് സലാമാ, സമാധാനത്തിൻ്റെ വാക്കായിരിക്കും. വിവേകമില്ലാത്ത ആളുകൾ, പക്വതയില്ലാത്ത ആളുകൾ, തർക്കിക്കാനായി നിൽക്കുന്ന ആളുകൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നവരല്ല. വിട്ടുവീഴ്ച ചെയ്യുന്നവർ, സമാധാനത്തോടെ വാക്കുകൾ സംസാരിക്കുന്നവർ, അവർ ഉപയോഗിച്ച അതേ പദപ്രയോഗങ്ങളിൽ മറുപടി കൊടുക്കുന്നവരല്ല, മറിച്ച് താഴ്ന്നു കൊടുക്കുന്നവരാണ്. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മുടെ അടുക്കലാണ് ന്യായമെങ്കിലും
തർക്കിക്കാതിരിക്കലായിരിക്കും ബുദ്ധി. കാരണം തർക്കിച്ചിട്ട് അവിടെ പ്രത്യേകം ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതെങ്കിലും ഒരാൾക്ക് തർക്കിക്കാൻ അർഹതയുണ്ടായിട്ടും സത്യം തൻ്റെ ഭാഗത്തായിട്ടും അവൻ തർക്കിച്ചിട്ട് ഉപകാരമില്ലെന്ന് കാണുന്നിടത്ത് നിന്ന് തർക്കം ഉപേക്ഷിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൻ്റെ മധ്യത്തിൽ അവനൊരു വീടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വെറുതെ തർക്കിച്ച് സമയം ചെലവഴിക്കാതെ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളവർ അലദ്ദുൽ ഹിസാം, ആവശ്യമില്ലാതെ തർക്കിക്കുന്ന ആളുകളാണ്. അവിടെ വിനയവും താഴ്മയുമായിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്, സമാധാനത്തോടെയുള്ള വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത് എന്നാണ് രണ്ടാമത്തെ ഗുണമായി, ഇബാദുർ റഹ്മാനിൻ്റെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, മൂന്നാമത്തെ ഗുണം സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് ഇബാദുർ റഹ്മാൻ എന്നാണ്. അല്ലാഹു പറയുകയാണ്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം, റബ്ബിന് മുന്നിൽ അവർ സമയം ചെലവഴിക്കുന്നവരാണ്, രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ്. സുജ്ജദൻ വഖിയാമാ, സുജൂദിലായിക്കൊണ്ട് നിന്ന് നമസ്കരിച്ചുകൊണ്ട്. സമയം മുഴുവൻ ചെലവഴിക്കാൻ കഴിയില്ലെങ്കിലും സഹോദരങ്ങളെ, 1 മണിക്കൂർ സമയമെങ്കിലും രാത്രിയിൽ നിന്ന് റബ്ബിന് മുന്നിൽ സുജൂദിലും റുക്കൂഇലും ഖിയാമിലുമായി കൊണ്ട് ചിലവഴിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാങ്ങുന്ന ആളുകളുടെ ഗുണം പഠിപ്പിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച ആളുകൾ സ്വർഗത്തിലും അരുവികളിലുമായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അല്ല കൊടുത്ത സൗകര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും അവരവിടെ ഉണ്ടാവുക. എന്തേ കാരണം? ഇന്നഹും കാനു ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർ ഇതിനു മുമ്പ് ഐഹിക ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നവരായിരുന്നു. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സ്വർഗം വാങ്ങുന്ന ആളുകളെ കുറിച്ച് അല്ല പറയാണ്, അവർ രാത്രിയിൽ അധികമൊന്നും ഉറങ്ങാറുണ്ടായിരുന്നില്ല. അവർ രാത്രിയുടെ അവസാന സമയങ്ങളിൽ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഇബാദുർ റഹ്മാനിൻ്റെ ഈ മൂന്നാമത്തെ ഗുണം സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, ജനങ്ങളെ നിങ്ങൾ രാത്രി നമസ്കാരം നിർവഹിക്കണം. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലക്കും, അത് നിങ്ങളുടെ മുമ്പുള്ളവരുടെ സജ്ജനങ്ങളുടെ നടപടിക്രമമാണ്. മുമ്പേ ഉള്ള ആളുകളുടെ, നല്ലവരുടെ, സജ്ജനങ്ങളുടെ നടപടിക്രമമാണ് രാത്രി നമസ്കാരം. വഖുർബത്തൻ ഇലല്ലാഹ്, അത് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന കാര്യമാണ്. വമൻഹാതൻ അനിൽ ആസാം, തിന്മകളിൽ നിന്ന് നിങ്ങളെ തടയുന്ന നന്മയാണ് രാത്രി നമസ്കാരം. വതക്ഫീറുൽ ലിസയ്യാത്ത്, ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാണ് രാത്രി നമസ്കാരം. വമുതറദത്തുൽ ലിദാഇൽ അനിൽ ജസദ്, ശാരീരിക രോഗങ്ങളിൽ നിന്നുവരെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഇബാദത്താണ് രാത്രി നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരാൾ കൃത്യമായി രാത്രി നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ അവന് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാനും ചെയ്തു പോയ പാപങ്ങൾ പുറത്തു കിട്ടാനും അതിലൂടെ കാരണമാകുമെന്നും അവൻ്റെ ശാരീരിക മാനസിക വിഷമങ്ങൾക്ക് അതിലൂടെ അള്ളാഹു ആശ്വാസം നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ മൂന്നാമത്തെ ഗുണം, രാത്രിയിൽ അള്ളാഹുവിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്റുകളിലായിക്കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുക എന്നത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഇബാദുർ റഹ്മാനിൻ്റെ നാലാമത്തെ ഗുണമായി അള്ളാഹു പറഞ്ഞത് അവർ നരക ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്ന ആളുകളാണ് എന്നാണ്. ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണല്ലോ, വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണല്ലോ, അവിവേകികളോട് സമാധാനത്തോടെ സംസാരിക്കുന്നവരാണല്ലോ, രാത്രിയിൽ ദീർഘനേരം നമസ്കരിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സ്വർഗമാകും എന്ന് സമാധാനിച്ചിരിക്കുന്നവരല്ല അവർ. മറിച്ച് അവർ നരകത്തിൽ നിന്ന് രക്ഷ തേടുന്ന ആളുകളാണ്. തൻ്റെ ദൗർബല്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവെ നരകത്തിൽ നിന്ന് കാത്തി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അള്ളാഹു പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമാ. വല്ലദീന യഖൂലൂന, ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന്, ആളിക്കത്തുന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഇന്ന അദാബഹ കാന ഗറാമ, തീർച്ചയായും ആ നരകത്തിൻ്റെ ശിക്ഷ വിട്ടൊഴിഞ്ഞു പോകാത്തതാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ, അത് മോശമായ താവളവും ചീത്ത സങ്കേതവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ.
സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരാൾക്കും ഒരു ദിവസവും നരകത്തിൽ നിന്ന് രക്ഷ തേടാതിരിക്കാൻ സാധിക്കുകയില്ല. നിരന്തരമായി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നരകത്തിൻ്റെ ഭീകരത ബോധ്യപ്പെടുന്ന ആൾക്ക്. വിശുദ്ധ ഖുർആൻ നരകത്തിലെ ഒരു വൃക്ഷത്തെക്കുറിച്ച്, സഖൂം എന്ന വൃക്ഷത്തെക്കുറിച്ച് മാത്രം പറഞ്ഞത് പഠിക്കുന്ന ഒരാൾക്ക് നരകത്തിൽ നിന്ന് രക്ഷ തേടാതിരിക്കാൻ സാധ്യമല്ല. ഒരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് അശ്ശജറത്തുൽ മൽഊന എന്നാണ്, ശപിക്കപ്പെട്ട മരം എന്നാണ്. ആ മരത്തെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയതെങ്കിൽ അത് സഖൂം വൃക്ഷമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നിങ്ങൾക്ക് സ്വർഗമാണോ അതല്ല നരകമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹാ ശജറ തഖ്റുജു ഫിൻ അസ്ലിൽ ജഹീം. ആ സഖൂം എന്ന വൃക്ഷം നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു വരുന്ന വൃക്ഷമാണ്. അതിൻ്റെ കായ്ക്കനികൾ പിശാചുക്കളുടെ തല പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാഫത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഇന്ന ശജറത്തസ് സഖൂം, ആ സഖൂം വൃക്ഷമുണ്ടല്ലോ, തുആമുൽ അസീം, കുറ്റവാളികൾക്ക് ഭക്ഷണമായി നൽകപ്പെടുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, അവൻ്റെ വയറുകളിൽ അതിങ്ങനെ തിളച്ചു മറിയുന്ന ടാറുപോലെ ഉരുകിയ ഒരു ദ്രാവകത്തോടു കൂടിയായിരിക്കും അത് നൽകപ്പെടുക. ഖലീൽ ഹമീം, തിളച്ച വെള്ളം തിളച്ചു മറിയുന്നതുപോലെ വയറിൽ അതിങ്ങനെ തിളച്ചു മറിയും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇതൊന്നും വെറും ഒരു വർണ്ണനകളല്ല, ഇന്ന് നിഷേധിക്കുന്നവർക്ക് നാളെ അനുഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് നരകത്തിൻ്റെ ഭയാനകത മനസ്സിലാക്കിയ ഒരാൾക്കും ഈ പ്രാർത്ഥന മുടക്കാൻ സാധ്യമല്ല. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ എന്ന പ്രാർത്ഥന നിരന്തരമായി നമ്മൾ നിർവഹിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ അന്ന ഖതറത മിന സഖൂമി ഖുതിറത്, സഖൂം വൃക്ഷത്തിൽ നിന്ന് ഒരു കഷ്ണമെങ്കിലും ഈ ഭൂമുഖത്തേക്ക് ഇപ്പോൾ വീണിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളത് മുഴുവൻ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുമായിരുന്നു എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇബാദുർ റഹ്മാനിൻ്റെ 5ാമത്തെ ഗുണം അവർ എന്ത് ചെലവഴിക്കുമ്പോഴും മിതത്വം കാണിക്കുന്ന ആളുകളാണ് എന്നാണ്. അവർക്ക് പിശുക്കുമില്ല, എന്നാൽ ധൂർത്തുമില്ല. രണ്ടിൻ്റെയും ഇടയിൽ മിതമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് അവർ. അള്ളാഹു പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. വല്ലദീന ഇദാ അൻഫഖൂ, അവർ എന്തെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫൂ, അവർ അമിതവ്യയം നടത്തുകയില്ല, ധൂർത്ത് കാണിക്കുകയില്ല. വലം യഖ്തുറൂ, അവർ പിടിച്ചു വെച്ച് പിശുക്ക് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമാ, രണ്ടിനുമിടയിൽ മിതത്വം പാലിക്കുന്നവരാണവർ. അള്ളാഹു ഏത് രംഗത്തും മിതവാദികളാകാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങൾ, ഏത് കാര്യത്തിലും മിതത്വം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഗുണമാണ്. അത് ചെലവഴിക്കുന്ന വിഷയത്തിലുമുണ്ട് എന്നർത്ഥം. പിശുക്കും പാടില്ല, ധൂർത്തും പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സഹോദരങ്ങളെ, ഇബാദുർ റഹ്മാനിൻ്റെ 6ാമത്തെ ഗുണം ഗൗരവമുള്ള 3 തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും എന്നതാണ്. അപകടകാരികളായ 3 പാപങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും എന്നതാണ് അവരുടെ 6ാമത്തെ ഗുണം. അല്ലാഹു പറഞ്ഞു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ, അവർ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല. അന്യായമായി ഒരു ജീവിയെയും ഒരു മനുഷ്യനെയും അവർ കൊല്ലുകയില്ല, അവർ വ്യഭിചരിക്കുകയില്ല. 3 തിന്മകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു അതവരിൽ സംഭവിക്കുകയില്ല. അതാണ് ഇബാദുർ റഹ്മാൻ. ശിർക്ക് ലെവലേശം പോലും അവരുടെ ജീവിതത്തിൽ വരികയില്ല. അവർ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നർത്ഥം. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനോടൊപ്പം വേറെ ഒരാളെയും അവർ പ്രാർത്ഥിക്കുകയില്ല. അത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ്. ഖുർആൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പ്രവാചകരെ, അങ്ങ് പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ ആകാവൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞതെന്താ? വഅന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടൊപ്പം ഒരാളെയോടും നിങ്ങൾ പ്രാർത്ഥിക്കരുതേ. പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ ആകാവൂ. ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്ക് വെള്ളവും വായുവും തരുന്ന നമ്മുടെ സ്രഷ്ടാവായ അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു തേടാവൂ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. ഒരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതെന്ന് അറിയോ? വല്ലദീന തദ്ഊന മിൻ ദൂനി, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരില്ലേ, ലാ യസ്തതിഊന നസ്റക്കും,
നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നവരല്ല അവർ. വലാ അൻഫുസഹും യുൻസറൂൻ, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവരെയും സഹായിക്കുകയില്ല, നിങ്ങളെയും സഹായിക്കുകയില്ല എന്ന് ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ രംഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പറഞ്ഞത് അവരിൽ കൊലപാതകം സംഭവിക്കുകയില്ല എന്നാണ്. അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അത്രയും ഗൗരവമുള്ള ഗുരുതരമായ പാപമായി കൊലപാതകത്തെ ഇസ്ലാം പഠിപ്പിച്ചു. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല, വ്യഭിചാരത്തിൻ്റെ അടുത്തുപോലും പോവുകയില്ല. ഖുർആൻ പറയുകയാണ് വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോവുക പോലും ചെയ്യരുത്. എന്തേ കാരണം? ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് മ്ലേച്ഛമായ പ്രവർത്തനമാണ്, അശ്ലീലതയാണ്, വൃത്തികേടാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇബാദുർ റഹ്മാനിൻ്റെ 7ാമത്തെ ഗുണം അവർ വ്യാജമായ ഒന്നിനും സാക്ഷ്യം വഹിക്കുകയില്ല എന്നതാണ്. ഖുർആൻ പറഞ്ഞു വല്ലദീന ലാ യശ്ഹദൂന സൂർ, വ്യാജമായതിന്, വ്യർത്ഥമായതിന് അവർ സാക്ഷിയാവുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്താണ് വ്യാജമായതിന് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിച്ചു. അബുൽ ആലിയ, താവൂസ്, മുഹമ്മദ് ബിൻ സീരീൻ, ലഹാഖ്, റബീഅ ബിൻ അനസ് പോലുള്ളവർ പറയുകയാണ് ഹിയ അഅയാദുൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരുടെ ആഘോഷങ്ങളിൽ അവർ ഹാജരാവുകയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുദൈവാരാധകരുടെ ആഘോഷങ്ങളിൽ അവർ ഹാജരാവുകയില്ല എന്നതാണ് വല്ലദീന ലാ യശ്ഹദൂന സൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാരായ താബിഉകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യർത്ഥമായ ഒന്നിനും ഒരു വ്യക്തി, ഒരു ഇബാദുർ റഹ്മാൻ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നവർ ഹാജരാവുകയില്ല എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, വൻ പാപങ്ങൾ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ, വ ഷഹാദത്തു സൂർ ഔ ഖൗലു സൂർ, മോശമായതിന്, വ്യാജമായതിന് സാക്ഷ്യം വഹിക്കൽ, ആവശ്യമില്ലാത്തതിൻ്റെ അരികിലേക്ക് പോകൽ, വ്യർത്ഥമായതിൻ്റെ പിന്നാലെ നടക്കൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുകയും പ്രവാചകൻ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് തോന്നുമാറ് പ്രവാചകൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഒന്നുകൂടി പറഞ്ഞു, എന്താണ് ഈ ഖൗലുസ്സൂറിന് ഹാജരാകാത്തവർ എന്ന് പറഞ്ഞാൽ? വല്ലദീന ലാ യശ്ഹദൂന ശൈഅൻ മിനൽ ബാത്തിൽ, വേണ്ടാത്ത ഒന്നിനും അവർ ഹാജരാവുകയില്ല. ലാ ശിർക്കൻ, ബഹുദൈവാരാധനക്കോ, വലാ ഗിനാഇൻ, മ്യൂസിക്, സംഗീതത്തിനോ, വലാ കദിബൻ, കളവിനോ, വലാ ഗൈറ, മറ്റൊന്നിനും അവർ ഹാജരാവുകയില്ല. അവർ മ്യൂസിക് കേൾക്കാത്തവരാണ്. വല്ലദീന ലാ യശ്ഹദൂന സൂർ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഇമാം തൊബിരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ തൊബിരിയിൽ ഈ വിഷയം എടുത്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് മോശമായ ഒന്നിനും ഹാജരാവാതിരിക്കുക എന്നതാണ് അവരുടെ 7ാമത്തെ ഗുണമായി അള്ളാഹു പഠിപ്പിക്കുന്നതെങ്കിൽ 9ാമതായി അള്ളാഹു പറഞ്ഞു വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, വഇദാ മർറൂ ബില്ലഗ്വ്, വേണ്ടാത്ത കാര്യങ്ങളുടെ പിന്നാലെ അവർ പോകേണ്ടി വന്നാൽ മർറൂ കിറാമ, മാന്യന്മാരായി നടന്നു പോവുകയാണ്. അവരെവിടെങ്കിലും എത്തിപ്പെട്ടു, അവർ പോയതല്ല, എത്തിപ്പെട്ട സ്ഥലത്ത് ചീത്ത വല്ലതും ഉണ്ടെങ്കിൽ തന്നെ മർറൂ കിറാമ, മാന്യന്മാരായി അവരതിലൂടെ നടന്നു പോകും. ഏതായാലും വന്നതല്ലേ എന്നാൽ കണ്ടുപോകാമെന്നല്ല, ഏതായാലും ഇതിൽ എത്തിപ്പെട്ടതല്ലേ കേട്ടിരിക്കാമെന്നല്ല. കേൾക്കാൻ പറ്റാത്തതാണോ, കാണാൻ പറ്റാത്തതാണോ, കാണാതെ കേൾക്കാതെ മാന്യത നടിച്ച് അവിടെ നിന്ന് പോകുന്നവരാണ് ഇബാദുർ റഹ്മാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ 8ാമത്തെ ഗുണമായി സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 9ാമത്തേത്, അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും കൊണ്ട് അവരെ ഉത്ബുദ്ധരാക്കിയാൽ കണ്ണടച്ച് ചെവി കൊടുക്കാതെ മാറിപ്പോകാതെ ശ്രദ്ധിച്ച് കേട്ട് ഉൾക്കൊള്ളുന്നവരാണ് അവരെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അല്ലാഹു പറഞ്ഞു വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ വചനങ്ങളെ കൊണ്ട് അവരോട് ഉത്ബുദ്ധരാക്കിയാൽ ലം യഖിറൂ അലൈഹാ സുമ്മൻ വ ഉംയാന, ബധിരന്മാരും അന്ധന്മാരുമായി അതിന്മേൽ വീഴുന്നവരല്ല അവർ. ചെവി കൊടുത്ത് കേൾക്കുന്നവർ, കണ്ണു തുറന്ന് കാണുന്നവരാണവർ, ഉത്ബുദ്ധരാകുന്നവരാണവർ. ഉത്ബോധനം കേട്ടാൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഉത്ബോധനം കേൾക്കുമ്പോൾ എനിക്കത് കേൾക്കണ്ട, എന്നോടത് പറയണ്ട എന്ന നിലപാട് ഇബാദുർ റഹ്മാനിൻ്റെ ഗുണമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വാചകം നീ ഒരാളോട് ഇത്തഖില്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്ക് എന്ന് പറയുമ്പോൾ അലൈക ബിനഫ്സിക്, നീ നിന്റെ കാര്യം നോക്കിക്കോ, എന്നോട് പറയണ്ട, എനിക്കത് കേൾക്കണ്ട എന്ന് പറയലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇബാദുർ റഹ്മാനിൻ്റെ ഗുണം വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉമിയാന. അള്ളാഹുവിൻ്റെ വചനങ്ങളെ കൊണ്ട് അവർക്ക് ഉത്ബോധനം കേട്ടുകഴിഞ്ഞാൽ ചെവി കൊടുത്ത് കണ്ണു തുറന്ന് അത് സ്വീകരിക്കുകയും ബധിരന്മാരായി അന്ധന്മാരായി മറിഞ്ഞു വീഴാതിരിക്കുകയും ചെയ്യുന്നവരാണ് അവരെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അവരുടെ 10ാമത്തെ ഗുണം, അവർ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളല്ല, മറിച്ച് തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും തൻ്റെ കുടുംബവും നന്നാകണമെന്ന് ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇബാദുർ റഹ്മാനിൻ്റെ 10ാമത്തെ ഗുണമായി, അവസാനത്തെ നന്മയായി അല്ലാഹു പറയുന്നു, വല്ലദീന യഖൂലൂന, അവർ പറയുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലന, നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വദുർരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയ്യുൻ, മനസ്സമാധാനം നൽകണേ അല്ലാ, കൺകുളിർമ നൽകണേ അല്ലാ, ഞങ്ങളുടെ മനസ്സിൽ തൃപ്തി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഭാര്യയിൽ കാണിച്ചു തരണേ, മക്കളിൽ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണവർ. എന്നിട്ട് അവർ പറയുമത്രേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, നല്ല നല്ല ആളുകൾക്ക്, മുത്തഖീങ്ങൾക്ക് മാതൃകയാകുന്ന, മുന്നിൽ നിൽക്കുന്ന ആളുകളാക്കി എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും നീ മാറ്റിത്തരണമേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ 10 ഗുണങ്ങളും നമ്മിലുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഇബാദുർ റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള, പിശാചിൻ്റെ അടിമകളാകാത്ത, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴങ്ങി ഒതുങ്ങി ജീവിക്കുന്ന നല്ലവരായ അടിമകൾക്കുണ്ടാകേണ്ടുന്ന 10 ഗുണങ്ങളാണ് ഖുതുബയിൽ നാം സൂചിപ്പിച്ചത്. അതിൽ 1ാമത്തേത് ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുക എന്നതും, 2ാമത്തേത് അവിവേഹികളോട് സമാധാനപരമായി സംസാരിക്കുക എന്നതും, 3ാമത്തേത് സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും രാത്രി ചെലവഴിക്കുക എന്നതും, 4ാമത്തേത് നരകശിക്ഷയിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കുക എന്നതും, 5ാമത്തേത് ചെലവഴിക്കുമ്പോൾ ധൂർത്തോ പിശുക്കോ കാണിക്കാതിരിക്കുക എന്നതും, 6ാമത്തേത് ശിർക്ക്, കൊലപാതകം, വ്യഭിചാരം എന്നീ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതും, 7ാമത്തേത് വ്യാജമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാതിരിക്കുക എന്നതും, 8ാമത്തേത് അനാവശ്യമായ കാര്യങ്ങളുടെ അരികിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ മാന്യമായി നടന്നു പോവുക എന്നതും, 9ാമത്തേത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതും, 10ാമത്തേത് തൻ്റെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും നമ്മുടെ കൺകുളിർമ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളും അതിന് പിന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് ദീനിയായ വിജ്ഞാനം നമ്മൾ നൽകിയില്ല എന്നതു തന്നെയാണ്. അല്ലെങ്കിൽ അവർക്കതിനുള്ള അന്തരീക്ഷം നമ്മൾ ഒരുക്കി കൊടുത്തില്ല എന്നതാണ്. വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളും നമ്മളോടൊപ്പം സ്വർഗത്തിലുണ്ടാകാൻ അവർക്ക് ദീനിയായ സംരംഭങ്ങളുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ കൂട്ടായ്മയുടെ വിവിധ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത പ്രായത്തിലുള്ള, വിവിധ തലങ്ങളിലുള്ള, വിവിധ കോഴ്സുകളിലുള്ള ആളുകൾക്ക്
അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ പറ്റുന്ന, പ്രവാചകാധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ നടത്തി വരികയാണ്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വർഷം നമ്മൾ നടത്തി വരുന്ന പ്രോഫ്കോൺ, നമുക്കറിയാം, പ്രൊഫഷണൽ കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. വരുന്ന 10, 11, 12 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പ്രസ്തുത സമ്മേളനത്തിൽ ആ രംഗത്തുള്ള മുഴുവൻ മക്കളെയും എത്തിക്കാൻ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രൊഫഷണൽ കോൺഫറൻസുകൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ദിശാബോധം നൽകിയ, ലഹരിക്കടിമപ്പെട്ട് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് സങ്കടത്തോടെ രക്ഷിതാക്കൾ ചിന്തിച്ച പലരെയും പിന്നീട് ലഹരിക്കെതിരെ ശബ്ദിക്കുന്നവരാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിൻ്റെ ഭാഗമാകാൻ, അതിനെ പിന്തുണക്കാൻ, സാമ്പത്തികമായി സഹായിക്കാൻ തീർച്ചയായും നമ്മൾ തയ്യാറാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ചിലരൊക്കെ ആ രംഗത്ത് ഇനി എന്താണ് ചെയ്യുക എന്നറിയാതെ നിസ്കാരവും മറ്റും നഷ്ടപ്പെട്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട്, ഇസ്ലാമിക ബോധം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത്തരം സമ്മേളനങ്ങളിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്ത അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത്തരം സമ്മേളനങ്ങളിലേക്ക് നമ്മൾ അവരെ എത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിൻ്റെ 10 ഗുണങ്ങൾ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു. സഹിച്ച് ക്ഷമിച്ച് ജീവിച്ച് ഇങ്ങനെയുള്ള നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിൻ്റെ പേരിൽ അവർക്ക് ചെന്ന് ചേരാനുള്ളത് സ്വർഗത്തിലെ റൂമുകളിലാണ്. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. അവർക്ക് സമാധാനത്തിൻ്റെ വാക്കുകൾ, ആശീർവാദങ്ങൾ അവിടെ വെച്ച് കേൾക്കും. അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. ആ സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ ഇണകളെയും നമ്മുടെ സന്താനങ്ങളെയും അല്ലാഹു ആ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റി തരുമാറാകട്ടെ. അതിനാവശ്യമായ നന്മകൾ ഉൾക്കൊള്ളാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.